എല്ലാവർക്കും അച്ചൂസ് മീഡിയ ഒഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിംഗ് ആണ്. സാംസങ്ങിൻ്റെ 7 kg വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അത് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ LGയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വേൾപൂളിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തേർഡ് വൺ ആയിട്ടുള്ള സാംസങ്ങിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സാംസങ്ങിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കോ ബബിൾസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നൊരു മോഡലാണ്. 7 kg ആണ് ഇതിൻ്റെ പുള്ളിങ് വരുന്നത്. 220 മുതൽ 240 വരെയാണ് ഇതിൻ്റെ വാട്ട്സ്. 50 ഹെഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അൺബോക്സിങ്ങും ഫിറ്റിങ്സും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം. അതെ, വേൾപൂളിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 7.5 kg ആണ്. അപ്പോൾ അത് വെച്ചതിൽ കമ്പാരിസൺ പറയണമെന്ന് വെച്ചാൽ പ്രോഗ്രാംസിൻ്റെ എണ്ണം ഇത്തിരി കുറവാണ്. കാര്യം വെച്ചാൽ ഒരു 2 പ്രോഗ്രാമിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ 8 പ്രോഗ്രാംസ് വരുന്നുള്ളൂ, അതിൽ 10 പ്രോഗ്രാംസോളം വരുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ സെയിം ആണ്. ഫങ്ഷൻസൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു സർവീസിന് വന്ന ആൾ ഈ ഒരു വീഡിയോയിൽ തന്നെ തരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു പവർ സേവിങ് ഗൈഡ് മുന്നോട്ട് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മോട്ടോറിനൊക്കെ 15-20 വർഷം വരെയൊക്കെ വാറണ്ടി വരുന്നുണ്ട്. വേൾപൂളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10 വർഷത്തിൽ കൂടുതൽ നമുക്ക് വാറണ്ടി മോട്ടോറിന് കിട്ടുന്നുണ്ട്. ഇത് നോർമലി ഈ അടപ്പെന്ന് വെച്ചാൽ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ അടിയിലായിട്ട് മോട്ടോറിന് സേഫ്റ്റിക്ക് വേണ്ടി പൊടിയോ ബാക്കി കാര്യങ്ങളൊന്നും ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ വാഷിംഗ് മെഷീനിലും നോർമലി ഇടുന്നതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ള ഒരു അടപ്പാണ്. അപ്പോൾ അത് അതിലോട്ട് സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണിത്. ഇത് അതിലോട്ട് വേസ്റ്റ് വെള്ളം പോകാനായിട്ട്, പുറത്തോട്ട് വേസ്റ്റ് വെള്ളം പോകാനായിട്ടുള്ള ഹോസാണ്. അത് അതിലോട്ട് സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിലോട്ട്, അതായത് നമ്മുടെ വാട്ടർ പോകാനായിട്ടുള്ള ആ ഒരു പൈപ്പ് സെറ്റ് ചെയ്യാണ്. സ്ക്രൂ വെച്ചിട്ടാണ് ടൈറ്റ് വരുന്നത്. നമ്മളെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ വാഷിംഗ് മെഷീനിലും ഇതുപോലെ സ്ക്രൂ വെച്ചായിരിക്കും ടൈറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം നോർമലി ഒരാൾക്ക് ഇപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് ആളെ വരാതെ തന്നെ നോർമലി ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ബെറ്റർ അവിടെ നിന്ന് ആൾ വന്ന് ചെയ്യായിരിക്കും. അത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ വന്നാൽ ആ ഒരു ഇഷ്യൂ വരണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സർവീസ് ചെയ്യുന്ന അതാത് സെൻറ്ററിൽ നിന്ന് തന്നെ ആളെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇത് കണക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ച് ആണ് ആ ഒരു പോർഷൻ ടൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പ്ലഗ് ബോർഡിൽ വെച്ചേക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എർത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണം എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടില്ല.
കറണ്ട് സെറ്റ് ചെയ്യുന്നതാണ്. എർത്തിങ് ആ പ്രോപ്പറാണ്. ഓ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ബില്ലൊക്കെ മേടിച്ചിട്ട് വാറണ്ടി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. ബാക്കിലാണോ വരണം? ആ ബാക്കിലാണ് വരാം. ഓ 2-3 ആഴ്ച കൂടെ അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് വരുന്നത്? ഇത് മറ്റേ നമ്മുടെ ഈ വെള്ളം പോകുന്നതിനുള്ള അല്ലേ? അതായത് വെള്ളം വരുന്നതിനുള്ള. അത് തന്നെ ഇതിന്ന് വെള്ളം എടുക്കുന്നില്ലേ? പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഭാഗമാണ്. ഓ പുള്ളിക്കാരൻ പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഓരോ ആഴ്ച കഴിയും തോറും ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം വാഷിംഗ് മെഷീനോട് വരുന്ന ആ ഒരു ഭാഗം ഇളക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ്. ഫോഴ്സ് കുറയും. ഇത് വർക്കിംഗിൽ എറർ കോഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ ഉള്ളിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു ഫിൽറ്റർ ഉണ്ട്. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്തിട്ട് ഊരിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതിനൊക്കെ തന്നെ 1.5 മാസം കൂടുമ്പോൾ ഇതൊരു ഡിറ്റർജൻറ്റ് പൊടിയുണ്ട്, അത് വെച്ച് വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മാത്രം മതി. അതെല്ലാം ഇപ്പോൾ പുള്ളിക്കാരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതേ കണക്ക് തന്നെ ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ ഇതും ക്ലീൻ ചെയ്ത് കൊടുക്കുക. തുണിയിൽ നിന്ന് വരുന്ന അഴുക്ക്, നൂല്, ബട്ടൺസ് എല്ലാം ഇതിനകത്തേക്ക് അടിഞ്ഞിരിക്കുക. അത് ഇടയ്ക്ക് എടുക്കുന്ന വേറൊന്നുമില്ല, മേളിലോട്ട് അവിടെ പ്രസ് ചെയ്യണമല്ലേ? മുഴുവനും ഇവിടെ 2 അറ്റം പിടിച്ച് അതിന് താഴോട്ട് ഇട്ട് ഇതാണ് സർഫോഡ് ഇടേണ്ടത്. സർഫോഡ് ഇല്ലാത്തിട്ട് കൊടുക്കുക. കംഫർട്ട് ആണെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. കംഫർട്ട് ആണെങ്കിൽ ഇവിടെ വെള്ളത്തോട് മിക്സ് ആക്കി വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. കട്ടി ഓടിയതായത് കൊണ്ട് തന്നെ ഇതിനകത്ത് ബ്ലോക്ക് ആയിട്ടിരിക്കും. ഇതിന്റെ അകത്തോട്ട് പോകും അല്ലേ? അതിന്റെ അകത്തോട്ട് പോകും. ഇത് സ്റ്റോറേജ് ഉണ്ട്. അത് നമ്മൾ തുറക്കാനായിട്ട് പറ്റില്ല? ഇല്ല പറ്റത്തില്ല. അതുകൊണ്ട് കട്ടിക്ക് ഒഴിക്കില്ല, വെള്ളത്തോട് മിക്സ് ആക്കി വേണം. ഇത്ര ഓക്കെ അല്ലേ? ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇതാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ. ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. 8 ഫംഗ്ഷൻസ് ആണ്. 8 ഫംഗ്ഷൻസ് അല്ലേ? അതിലെല്ലാം നമ്പേഴ്സ് ഇവിടെ ഡിസ്പ്ലേയിൽ വരാം. ഈ ഫംഗ്ഷൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വാഷിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ വരുന്നത് നോർമലാണ് വരുന്നത്. നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തുണികളും മിക്സ് ആയി കഴിയാൻ പറ്റുന്നതാണ്. 7 കിലോ വരെയുള്ള തുണികൾ എന്ന് പറയുമ്പോൾ 7 ജോഡി ഡ്രസ്സാണ് പറയുന്നത്. അടുത്ത വേണ്ടത് ക്വിക്ക് വാഷ് ആണ്. 15 മിനിറ്റ് കൊണ്ട് വാഷിംഗ് കംപ്ലീറ്റ് ആവും. വലിയ അഴുക്കില്ലാത്ത തുണികൾ, വിയർപ്പിന്റെ സ്മെല്ലുള്ള തുണികൾ ഒരു 4 ജോഡിയാണ് പറയുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമിലല്ലേ ഇത് കിടക്കുന്നത്? നോർമൽ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാർട്ടം കൊടുത്താലും ഇതാവും. അടുത്ത വേണ്ടത് മൂന്നാമത്തെ വേണ്ടത് ഡെലിക്കേറ്റ്സ് ആണ്. സ്റ്റോൺ വർക്ക് ചെയ്തത്, പൊടി വെച്ചുള്ള ഫ്രോക്ക്, സാരി അങ്ങനെയുള്ള കരുവാൻ വേണ്ടി. ഈ നോർമലിൽ മാത്രമേ നമുക്ക് 7 ജോഡിയുള്ള ഡ്രസ്സ് പറയുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും 4 ജോഡിയുള്ള ഡ്രസ്സേ പറയുള്ളൂ. അടുത്ത വേണ്ട ബെഡ്ഷീറ്റ് ആണ്. ബെഡ്ഷീറ്റ്, കർട്ടൻ. അടുത്ത ജീൻസ്. അടുത്ത എനർജി സേവിംഗ് ആണ്. അതിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ? അടുത്ത വേണ്ട വാട്ടർ കറണ്ട് ലാഫിറ്റുള്ള വാഷിംഗ് സൈക്കിൾ ആണ്. നോർമലിന് വാഷിംഗ് മെഷീൻ കിട്ടത്തില്ല. കറണ്ട് കുറച്ച് എടുക്കോളൂ, വെള്ളം കുറച്ച് എടുക്കോളൂ. അടുത്ത വേണ്ടത് മിഷൻ റെഡ്സ് പ്ലസ് പിന്നാണ്. ഒരു വെള്ളത്തിൽ കൈവിൽ ഒന്ന് ഉണക്കി എടുക്കത്തുള്ളൂ. വാഷിംഗ് എല്ലാം നടക്കണം. ഒന്ന് വെള്ളത്തിട്ട് ഒന്ന് കറക്കി. അടുത്ത മിഷൻ വേണ്ടിയുള്ള സർവീസിംഗ് ആണ്. 40 വർഷം കഴിഞ്ഞ് മിഷൻ സർവീസ് ചെയ്ത് കൊടുക്കുക. 40 വർഷം അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്. എങ്ങനെ 1 പറഞ്ഞേ? 40 വാഷിംഗ് അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ മിഷൻ സർവീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സർഫൊടി, തുണിയിൽ നിന്ന് അഴുക്ക് ഇതെല്ലാം അപ്പൊ അത് ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ആ തുണിയൊന്നും ഇടാതെ ഈ പ്രോഗ്രാം ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ഏത് പ്രോഗ്രാം ഒന്നും കാണിച്ചത്? ഈ പ്രോഗ്രാം 8ാമത് അല്ലേ? എക്കോ ട്യൂബ് ക്ലീൻ അല്ലേ? എക്കോ ടബ് ക്ലീൻ. ബ്ലീച്ച് ഒഴിക്കുന്നത് ഇവിടെയാണ് ഒഴിക്കുന്നത്. ബ്ലീച്ച് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇവിടെയാണ് ബ്ലീച്ച് ഒഴിക്കുന്നത്. ഇവിടെയാണ് ബ്ലീച്ച് ഒഴിക്കുന്നത്. അടുത്ത വേണ്ടത് ഡിലേ ആയിട്ട് പ്രോഗ്രാം വരുന്നുണ്ട്. നമുക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂർ വരെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വേണ്ട വാട്ടർ ലെവൽ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ സെൻസ് ചെയ്ത് എടുത്തോളും. അത് കൂടാതെ നമുക്ക് വെള്ളം കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ എത്ര കപ്പാണ് വരുന്നത്? അത് കപ്പല്ല, ലിറ്ററാണെങ്കിൽ ലെവൽ അനുസരിച്ചാണ് വരിക. 5 വരെ പോകുന്നുണ്ട്. 5 വരെ പോയി പിന്നെ 1, 2, 3 അങ്ങനെയാണ്. 5 വരെ ആയപ്പോൾ ഈ ഡബ്ബ് മൊത്തത്തിൽ എടുക്കും, വെള്ള ഭാഗം മൊത്തത്തിൽ എടുക്കും. അടുത്ത വേണ്ടത് ഫങ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് വേണ്ടത് വാഷിംഗ്, റിൻസ്, സ്പിന്നിങ്. അങ്ങനെ 3 ഫങ്ഷൻ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് പ്രോഗ്രാം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അവിടെ ആ ഒരു ടിക്ക് മാർക്കിന് മാറുമല്ലോ. ആ റെഡ് വരുന്നത് മാത്രമേ പ്രോഗ്രാം സെലക്ട് ആവുള്ളൂ.
സ്പിന്നല്ലേ ട്രൈ ചെയ്യുന്നല്ലേ? സ്പിന്ന് ട്രൈ ചെയ്യുന്നത്, വാഷിങ് ചെയ്യുന്നത്, റിൻസ് ഒരു തവണ വെള്ളം എടുത്ത് കറക്കി എടുക്കുന്നത്, സ്പിന്ന് ഉണക്കി എടുക്കുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് 2 സൈഡിലേക്ക് ഒന്ന് റൊട്ടേഷൻ റൊട്ടേഷൻ ചെയ്യാം. പ്രഷർ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാംസങ്ങിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.